അങ്കമാലിയിൽ CSAയുടെ ആഭിമുഖ്യത്തിൽ കാർഷികോത്സവത്തിന്റെ സംഘാടക സമിതിയായി. CSAയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പും CSA ലൈബ്രറിയും ചേർന്ന് നടത്തുന്ന അങ്കമാലി കാർഷികോത്സവം വിത്തും കൈക്കോട്ടും സംഘാടക സമിതിയായി. യോഗത്തിൽ CSA പ്രസിഡന്റ് ഡോക്ടർ CK ഈപ്പൻ അധ്യക്ഷനായി. കാർഷിക സെമിനാർ, പ്രദർശനങ്ങൾ, ക്വിസ്, മികച്ച കർഷകർക്ക് ആദരം, കലാവതരണങ്ങൾ എന്നിവ കാർഷികോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഏപ്രിൽ അവസാനവാരം നടക്കുന്ന പരിപാടിയിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലുമുള്ള കർഷകർ സംബന്ധിക്കും. സംസ്ഥാന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഷെർലി സക്രിയ, അസിസ്റ്റന്റ് ഡയറക്ടർ BD രാമേന്ദ്രൻ, GCDA ടെൽക്ക് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് KK ഷിബു, KTDC ഡയറക്ടർ ബെന്നി മൂഞ്ഞേലി, കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വർക്കി പീറ്റർ, CSA ജനറൽ സെക്രട്ടറി ടോണി പറമ്പി, ട്രഷറർ KN വിഷ്ണു മാസ്റ്റർ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഷാജി, AP കുര്യൻ, KP രജീഷ്, MP രാജൻ എന്നിവർ സംസാരിച്ചു. മുഖ്യ രക്ഷാധികാരികളായി ബെന്നി ബെഹനാൻ MP, റോജി ജോൺ MLA, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഷെർലി സക്രിയ, CSA പ്രസിഡന്റ് ഡോക്ടർ CK ഈപ്പൻ എന്നിവരെയും, ചെയർമാനായി അഡ്വക്കേറ്റ് KK ഷിബുവിനെയും, ജനറൽ സെക്രട്ടറിയായി ടോണി പറമ്പിനെയും, ജനറൽ കൺവീനറായി KN വിഷ്ണു മാസ്റ്ററെയും തെരഞ്ഞെടുത്തു. എല്ലാ മേഖലയിലും കടന്നു എന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി. നമുക്കറിയാം, ഇപ്പോൾ പുതിയതായി ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖല അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാന മേഖല കാർഷിക മേഖല തന്നെയാണ്. ആ കാർഷിക മേഖലയെ പരിപോഷിക്കുന്നതിന് വിഷ്ണു സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 300 പേരെയാണ് CSA പ്രതീക്ഷിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി മൊത്തം 25-30 പേര് വെച്ച് 30 കർഷകർ, അത് ഏത് മേഖലയിലായാലും, ജാതി ആയാലും, വാഴയായാലും, പച്ചക്കറി ആയാലും, അതുപോലെ തെങ്ങ് കൃഷിയായാലും, അല്ലെങ്കിൽ കപ്പ കൃഷിയായാലും, ഏത് കൃഷിയിൽപ്പെട്ട ആളുകളെയെല്ലാം ഈ കൃഷി ഓഫീസർമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രചോദനം നൽകുവാനും അവർക്ക് വേണ്ട ക്ലാസുകൾ എടുക്കുന്നതിനും അതുപോലെ. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.